വിടുതലൈ പാർട്ട് 2 വെട്രിമാരൻ്റെ സിനിമ റിലീസായത് കഴിഞ്ഞ ആഴ്ചയായിട്ടാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പം കണ്ടു ഞാൻ. വിടുതലൈ പാർട്ട് 1 നമ്മൾ കാണാൻ വേണ്ടി പോയപ്പം അത് കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. കാരണം ആ സിനിമയ്ക്ക് ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അബൌട്ട് വി ഡോണ്ട് നോ വെയർ ദ മൂവി ഈസ് ഗോയിങ് ടു ലീഡ് അസ് എന്നുള്ളത്. അത് തീർന്നപ്പോൾ അടുത്ത പാർട്ട് വരുന്നുണ്ട് എന്ന്. കാരണം അതിൽ വിജയ് സേതുപതിൻ്റെ ക്യാരക്ടർ കുറവായിരുന്നു. സൂര്യയായിരുന്നു മെയിൻ അഭിനയം, മെയിൻ റോള് ആ സിനിമയിൽ. വെൻ യു കം ടു വിടുതലൈ പാർട്ട് 2, അതിൽ വിജയ് സേതുപതി മെയിൻ ക്യാരക്ടറും സൂരി ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറുമായിട്ടാണ് ആ സിനിമയിൽ വരുന്നത്. വിടുതലൈ പാർട്ട് 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം, ആ ഒരു പവറിനെ പറ്റിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കാക്കി കുപ്പായ ഇടുമ്പോൾ പുറത്ത് ജനങ്ങളുടെ ഇടയിൽ യു ആർ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്, യു പാർട്ട് ഓഫ് ദ പവർ, അധികാരത്തിൻ്റെ ഭാഗമാണ്, അത് അധികാരത്തിന് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാക്കി കുപ്പായ എന്നുള്ളതും. പക്ഷേ അതേ കാക്കി കുപ്പായിട്ടുള്ള സൂരി എന്നുള്ള ക്യാരക്ടർ, സൂരി പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇവരുടെ ക്യാമ്പിൻ്റെ ഉള്ളിലോ വരുന്ന സമയത്ത് ഹീസ് അറ്റ് ദ ലോവസ്റ്റ് റാങ്ക് ദെയർ. അപ്പോൾ അവിടെ പവർ എന്നുള്ളത് വീണ്ടും ആ പവർ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി വിടുതലൈ പാർട്ട് 1. വിടുതലൈ പാർട്ട് 2 വൈൽ ദ ആക്ടിങ്, ഇപ്പോൾ വിജയ് സേതുപതി ആയാലും സൂര്യ ആയാലും മഞ്ജു വാര്യർ ആയാലും, ദ ആക്ടിങ് വാസ് ട്രെമൻഡസ്. ബട്ട് എനിക്ക് ഭയങ്കര പ്രെഡിക്റ്റബിളായി തോന്നി സിനിമ എന്നുള്ളതാണ് ഇത്. അത് നമുക്കൊരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ അവസാനം നമ്മൾ ഇഫ് യു ആർ ഗോയിങ് ടു വാച്ച് ദ സെക്കൻഡ് പാർട്ട്, നമ്മളെ പ്രതീക്ഷകൾ ഭയങ്കര കൂടുതൽ, എക്സ്പെക്റ്റേഷൻസ്. പലപ്പോഴും ആ എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷകൾക്കനുസരിച്ച് പാർട്ട് 2 ഉണ്ടാവുക എന്നുള്ളത് അത് പലപ്പോഴും ഇറ്റ്സ് നോട്ട് എ ഡയറക്ടേഴ്സ് ഓർ എ ആക്ടേഴ്സ് പ്രോബ്ലം, ഇറ്റ് ഈസ് മോർ ഓഫ് എ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ പരിമിതികളായിരിക്കാൻ മതി ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് വിചാരിച്ച മാതിരി ആയില്ലല്ലോ നമുക്ക് തോന്നുന്നത്. എങ്കിലും ദർ ആർ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് അബൌട്ട് വിടുതലൈ പാർട്ട് 2 ഓൾസോ. അതിൻ്റെ ഒരു കഥ പറച്ചിലിൻ്റെ ഒരു രീതി ഭയങ്കര രസമാണ്. കാരണം you don't know whether it is the prequel, while it is the sequel of വിടുതലൈ പാർട്ട് 1, it also is a prequel. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറൻറ്റ് സ്റ്റേറ്റിലേക്ക്, പ്രസൻറ്റ് സമയത്തിലേക്ക് എങ്ങനെയാണ് വിജയ് സേതുപതി എത്തിപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കഥയും കൂടെ പറയുന്നുണ്ട്. ആ നറേഷൻ ഭയങ്കര രസമാണ്. കാരണം അത് ആ കഥ പറയുന്നത് മുഴുവൻ വിജയ് സേതുപതി കഥ പറയുന്ന പോലെ. അപ്പം ഐ തിങ്ക് ദാറ്റ് ഇസ് ആ ഒരു വെട്രിമാരൻ എന്നുള്ളൊരു ഫിലിം മേക്കറിൻ്റെ ഒരു ക്ലാസ് സംഭവം തന്നെയാണ്. ബട്ട് മൂവി ഈസ് വെരി പ്രഡിക്റ്റബിൾ. അവസാനം എന്താവാൻ സാധ്യതയുണ്ട്, എങ്ങനെ പോകും അത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ തോന്നും. കാരണം ആ രീതിയിലല്ലാണ്ട് ആ സിനിമ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അനദർ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഐ ഫൗണ്ട് ഇൻ വിടുതലൈ പാർട്ട് 2 വാസ് വയലൻസ്, നോൺ വയലൻസ് എന്നുള്ളതിൻ്റെ ഒരു കോൺവെർസേഷൻ. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വയലൻസ് സംഭവമുണ്ട്, പിന്നെ ആംഡ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് വിജയ് സേതുപതിൻ്റെ അവരുടെ ഓർഗനൈസേഷൻ നടത്തുന്ന ആ ഒരു വയലൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വയലൻസും, അതിൽ ഏത് വയലൻസാണ് ശരി, ഏത് വയലൻസ്. അപ്പോൾ അതിൽ നമ്മളെ ട്രോളി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഫിലോസഫിക്കൽ, ഒരു മോറൽ സൊല്യൂഷൻ കാണുന്നൊരു ട്രോളി പ്രോബ്ലം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, ട്രോളി പ്രോബ്ലം ഇസ് വേർ ഒരു ട്രെയിന് ഇങ്ങനെ ബ്രേക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അപ്പുറത്ത് റെയിലിൽ ഇങ്ങനെ പോവുകയാണ്, നിർത്തണം, ഒരു രക്ഷയില്ല, കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഒരു തടിച്ച ആളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗതി മാറ്റിയിട്ട് ആ തടിച്ച ആൾ മരിച്ചോട്ടെ, കുട്ടികൾ രക്ഷപ്പെട്ടിട്ട് എന്നുണ്ടെങ്കിൽ ഡു യു മേക്ക് ദാറ്റ് ചോയ്സ് എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഒരു ട്രോളി പ്രോബ്ലം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷൻസും, എങ്ങനെയാണ് നമ്മളൊരു മോറൽ ഡിലേമേനെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്നത് എന്നൊക്കെയുള്ള കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള ചില കോൺവെർസേഷൻസ് ഇതിൽ കൂടെ അങ്ങനെ വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി ദ മെസ്സേജ് ഇറ്റ് സെൽഫ് ഇസ് ദാറ്റ് വയലൻസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് കാരണത്താൽ ആരൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിലും വയലൻസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ. വെദർ വയലൻസ് ഹാപ്പൻസ് ഫ്രം ദ അധികാരികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് നിന്ന്. പക്ഷേ ഒരു വയലൻസ് മാത്രമേ പലപ്പോഴും ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളൊരു സംഭവം കൂടെ ഈ സിനിമേൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നോ
അധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്ന വയലൻസിനെ ലീഗലൈസ് ചെയ്യുകയും. ഇപ്പം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു ക്രൈം ചെയ്ത ഒരാളെ കൊല്ലാനുള്ള അവകാശം സ്റ്റേറ്റിന് ആര് കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ? ഓൺ വാട്ട് ലീഗൽ ഗ്രൗണ്ട്സ് ഡസ് ദ സ്റ്റേറ്റ് ഹാവ് ദ പവർ ടു കിൽ ഓർ ടേക്ക് എ ലൈഫ്? ഞാനൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്, സം വയലൻസ് ഗെറ്റ് ലീഗലൈസ്ഡ് ആൻഡ് സം ഗെറ്റ് ക്രിമിനലൈസ്ഡ് എന്നുള്ളത് ഇൻ ആ സൊസൈറ്റി, വിച്ച് ഇസ് അൺഫെയർ. വയലൻസ് ഷുഡ് ബി ക്രിമിനലൈസ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ഡസ് ഇറ്റ്. അതേപോലെ തന്നെ at any point of time, non-violence would be the right way to approach something. കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ശാശ്വതമായിട്ട് സസ്റ്റെയിൻ ചെയ്യപ്പെടാൻ പറ്റുന്നൊരു സംഭവം നോൺ വയലൻസ് ആണ്. വയലൻസ് സസ്റ്റൈനബിൾ അല്ല എന്നുള്ളൊരു സംഭവം കൂടുതൽ വരുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. മേ ബി രണ്ടും കൂടി ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ സിനിമ ഉണ്ട്. പാർട്ട് 2 is 3 hours. I don't know, പാർട്ട് 1 ഏതാണ്ട് 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണുക. ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ തിയേറ്റർ, ഡെഫിനറ്റ്ലി. ഇഫ് ഇറ്റ് ഈസ് ഇൻ നമ്മുടെ OTT വരുന്ന സമയത്ത് അതിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി ടു വാച്ചിങ്. ഞാനിപ്പോൾ നേരത്തെ പ്രഡിക്റ്റബിൾ ആണെന്ന് പറയാൻ കാരണം ഐ ജസ്റ്റ് വാണ്ടഡ് ടു, ഇഫ് യു ആർ എക്സ്പെക്ടഡ്, ഐ വോണ്ട് ടു സെറ്റ് യുവർ എക്സ്പെക്ടേഷൻ സച്ച് എ വേ ദാറ്റ് ദി കൻ എൻജോയ് ദ മൂവി ബെറ്റർ ദാൻ മീ എന്നുള്ളതുകൊണ്ടാണ്. നവനേനേക്കാം.